പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 19-ാം തീയതി ഞായറാഴ്ച. കർത്താവെ, പുതിയൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. അവിടത്തേക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദിവസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ അങ്ങയുടെ അടുത്തിരിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനും അങ്ങയെക്കുറിച്ച് ധ്യാനിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വചനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ധ്യാനിക്കാം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിനുള്ള മുഴുവൻ ഉത്തരവും സ്നാപകൻ്റെ ഈ വാക്കുകളിലൂടെ വെളിപ്പെടുന്നുണ്ട്. നമ്മെ എല്ലാവരെയും രക്ഷിക്കാൻ ദൈവപുത്രൻ ബലിമൃഗമായി മാറിയതിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള മനോഹരമായൊരു ദിവസം. നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ആത്മാവിൻ്റെ അംശങ്ങളാണ്. തിരികെ ദൈവാത്മാവിനോട് ചേരുകയും വേണം. നമ്മുടെ ഓരോരുത്തരുടെയും വരവിൻ്റെ പിന്നിലും ഈശോയ്ക്ക് ഉണ്ടായിരുന്നതുപോലെ ഒരു ലക്ഷ്യമുണ്ട്. അപരന് സൗഖ്യമേകുക, മറ്റുള്ളവർക്ക് വെളിച്ചമേകുക, കൈത്താങ്ങാകുക, സന്തോഷമേകുക. അങ്ങനെ പോകുന്നു ദൈവത്തിൻ്റെ ആ ലക്ഷ്യങ്ങൾ. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെ ചുറ്റുമുള്ളവർക്ക് നന്മയാകാൻ വേണ്ടിയാണെന്നും തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.